ഹലോ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ അപ്സ്റ്റെറസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അപർണ. അപ്പോൾ ഇന്ന് തംബ്നെയിൽ കണ്ട പോലെ നമ്മളൊരു എയർ ഫ്രയർ വാങ്ങിയായിരുന്നു കേട്ടോ കോസ്കോയിൽ നിന്ന്. അപ്പം നമ്മൾ എയർ ഫ്രയർ വാങ്ങിക്കുന്ന ഒരു എന്താ പറയുക, നമ്മൾ വിചാരിച്ച കാര്യമല്ലായിരുന്നു കേട്ടോ. ഓൾറെഡി നമ്മുടെ വീട്ടിൽ ഓവനുണ്ട്. ഇവിടെ റെൻ്റ് ആണേലും അല്ലേലും ഒക്കെ നമുക്ക് ഓവന് ഇതിൻ്റെ കൂടെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് എയർ ഫ്രയറിനെ കുറിച്ച് ആലോചിക്കുന്ന പോലുമില്ല. പക്ഷേ നമ്മളൊരു ഡിസിഷൻ എടുത്ത് വാങ്ങിക്കാമെന്ന് അതെന്താന്ന് പറയാം കേട്ടോ. പിന്നെ അതുകൂടാതെ അതിൻ്റെ ഒരു ഷോപ്പിംഗ് വീഡിയോയും, പിന്നെ അതുകൂടാതെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് ഞാനൊരു മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര എളുപ്പമാണ് അത് ഉണ്ടാക്കാൻ. അതിൻ്റെ ഒരു ക്വിക്ക് റെസിപ്പി വീഡിയോയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടെന്നു. ഇവിടെ ഫ്ലോറിഡയിൽ ഇപ്പം നല്ല സമ്മറൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് സമ്മറിൻ്റെ കൂടെ തന്നെ മഴയും കൂടെ ആണ് കേട്ടോ. കുറച്ച് മഴയും ഇടയ്ക്ക് വെയിൽ, മഴ, അങ്ങനെ ഒരു വല്ലാത്ത ഒരു ക്ലൈമറ്റാണ് കേട്ടോ. അപ്പം നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കോസ്കോയിലാണെങ്കിൽ ഫുൾ സമ്മറിൻ്റെ സംഭവങ്ങളാണ് വെച്ചേക്കുന്നത്. മൊത്തം സ്വിമ്മിങ് പൂളിൽ ഇടാനുള്ള സാധനങ്ങൾ, പിന്നെ ടോയ്സ്, കൂടുതൽ സ്വിമ്മിങ് പൂളിനെ ചുറ്റിപ്പറ്റിയുള്ള ഐറ്റംസ് മാത്രമായിരുന്നു അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ കോസ്കോയിൽ കയറി ചെന്നാൽ അതിൻ്റെ ആദ്യത്തെ ഭാഗം മുഴുവൻ ഇലക്ട്രിക്കൽ ഐറ്റംസ് ആയിരിക്കും കേട്ടോ. പിന്നെ ലാസ്റ്റ് ആയിരിക്കും നമുക്ക് നമ്മുടെ ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ എടുക്കുന്നത്. അപ്പം എല്ലാവരും ഇത് നോക്കിയിട്ട് ഇതൊക്കെ എടുക്കുമല്ലോ, അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിലല്ലേ ഫ്രൂട്ട്സ് എടുക്കും. അപ്പോൾ അവർ ആ രീതിയിലാണ് വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ ഇവിടുന്ന് ഒരു ഇലക്ട്രിക്കൽ ബ്രഷ് വാങ്ങി കേട്ടോ. ഹസ്ബൻഡ് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. പിന്നെ ആണെങ്കിൽ ഒരു ഹെയർ ഡ്രയർ നമ്മൾ നോക്കി, അതും പക്ഷെ അത്യാവശ്യം നല്ല ഓഫറിൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഇപ്പോൾ വേണ്ടാന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചു ചിലപ്പോൾ ഈ ഓഫർ അടുത്ത മാസം കാണത്തില്ല, അങ്ങനെ ഓഫർ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മൾ ഒരെണ്ണം എടുക്കാമെന്ന് വിചാരിച്ച് ഒരു ഹെയർ ഡ്രയർ കൂടെ എടുത്തു കേട്ടോ. $30 ആയിരുന്നു അതിന്. അത് അത്യാവശ്യം നല്ലതാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇവിടെ വന്നത് തന്നെ നമ്മൾ ഇതുപോലെ എയർ ഫ്രയർ നോക്കാനായിരുന്നു. അപ്പോൾ ഈ ഒരു ബ്രാൻഡിൻ്റെ ആയിരുന്നു ഉണ്ടായിരുന്നത്. എനിക്ക് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് അറിയത്തില്ല, ഗൗർമിയ എന്നാണ് എൻ്റെ ബ്രാൻഡിൻ്റെ പേര്. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. $49 ആയിരുന്നേ. അപ്പം ഇതുപോലെ തന്നെ ഡിജിറ്റലാണ് കേട്ടോ. ഇതുപോലെ താഴെ ഒരു ട്രേ വരും, സാധാരണ എല്ലാത്തിലുള്ള പോലെ. അതിലൊരു ഗ്രില്ല് ചെയ്യുന്ന ഒരു സ്റ്റീലിൻ്റെ ഐറ്റം കൂടെ അതിൻ്റെ മേളിലുണ്ട്. അത്ര ഉണ്ടായിരുന്നു ഇതിനകത്ത്. നല്ലൊരു കണ്ടിട്ട് അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ എടുക്കാമെന്ന് തന്നെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു എയർ ഫ്രയർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പറയാം കേട്ടോ. ഞാനിത് കഴിഞ്ഞിട്ട് ഒരു ചിക്കൻ ഗ്രില്ല് ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ കാണിച്ചു തരാമേ ഇതിൻ്റെ വർക്കിംഗ് റിവ്യൂ അല്ല. ഇതിപ്പം നമ്മൾ എടുത്തേക്കുന്നത് 8 ക്വാർട്ട് എയർ ഫ്രയർ ആണ്. അപ്പം അത് വെളിയിൽ നോക്കുവാണെങ്കിൽ അത് $85 ഒക്കെയാണ് കാണിച്ചത്. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് ലാഭമായിരുന്നു, അതുകൊണ്ടാണ് അതെടുത്തത്. കുറച്ച് വലിയ എന്താ പറയുക, വലിപ്പം കുറച്ച് കൂടുതലുള്ള ടൈപ്പായിരുന്നു. അതായിരുന്നല്ലോ നല്ലത്. അപ്പോൾ ഇതെടുത്തത്. മെയിനായിട്ട് എയർ ഫ്രയർ വാങ്ങിക്കാനുള്ള കാരണം, നമ്മൾ ഡയറ്റ് തുടങ്ങിയ പിന്നെ നമ്മൾ വറുത്തതും പൊരിച്ചതും ഒക്കെ നിർത്തിയിട്ട് നമ്മൾ കൂടുതലും ഓവനിൽ ഗ്രില്ല് ചെയ്ത് ആ രീതിയിലൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ബില്ല് വരുന്നുണ്ട്. കാരണം നമ്മൾ ഡെയിലി നല്ലതുപോലെ ഒരു 2-3 മണിക്കൂർ യൂസ് ചെയ്യുന്നത് കൊണ്ട് നല്ല ബില്ല് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് മാത്രമല്ല, ക്ലീൻ ചെയ്യാനും നല്ല പാടാണ്. ചെറിയ രീതിയിൽ സ്റ്റെയിൻസ് ഒക്കെ ആണെങ്കിൽ പാടാണ്. അപ്പം നമ്മൾ വിചാരിച്ചു എയർ ഫ്രയർ ആണ് കുറച്ചുകൂടെ നല്ല കൺവീനിയൻറ്റ്. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഈ ക്ലീൻ ചെയ്യാനും കുറച്ച് സ്ഥലമേ ഉള്ളൂ, കറണ്ട് ആണെങ്കിലും അധികം എടുക്കുന്നില്ല. അങ്ങനെ അതുകൊണ്ട് നമുക്കത് വാങ്ങിക്കാമെന്നുള്ള രീതിയിൽ. കാരണം ബില്ല് വരുന്ന എമൗണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ വളരെ കുറവേ ഉള്ളൂ എയർ ഫ്രയറിൻ്റെ എന്താ പറയുക വില. അപ്പം അതുകൊണ്ട് അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ കൂടെ അതുകൊണ്ട് കോസ്കോയിൽ ഇപ്പോൾ ഈ ഒരു ഓഫർ കിടന്നപ്പോൾ തന്നെ നമ്മൾ പോയി വാങ്ങി. അതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സമയത്ത് ഇത് വേണമെന്നുണ്ടെങ്കിൽ നോക്കാം കേട്ടോ. ഇപ്പം കോസ്കോയിൽ വന്നിട്ടുണ്ട്. പിന്നെ കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഇത്തവണ പ്ലം നമുക്ക് കിട്ടി കേട്ടോ. ഈ സീസണിൽ മാത്രം കിട്ടുന്നതാണ്. അപ്പം അത് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹണി മാംഗോ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഞങ്ങൾ എടുക്കുന്ന ഈ ഒരെണ്ണം അത് നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതിപ്പം അത് ഓൾമോസ്റ്റ് തീരാറായി.
ഒരാഴ്ചയ്ക്ക് മുന്നേ തന്നെ അത് ഫുള്ള് തീരാറായി, ഒരെണ്ണം മറ്റേ ഉള്ളൂ. നല്ലതാണ്, അത് വേണമെങ്കിൽ നിങ്ങൾ എടുക്കുക കേട്ടോ, ഇപ്പോൾ അതിൻ്റെ സീസൺ ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എത്ര ഇഷ്ടമാണെന്ന് അറിയത്തില്ല, സ്ട്രോബെറി ചോക്ലേറ്റ് ഈ ഒരു ഐറ്റം നല്ല അടിപൊളിയാണ്. ഇതിന് നല്ല രസമാണ്. അതായത് ചോക്ലേറ്റ് ഡിപ്ഡ് സ്ട്രോബെറി, അത് മിക്കവാറും കാണും ഇവിടെ. അത് അടുത്ത തവണ വാങ്ങിക്കാമെന്ന് വെച്ചിട്ടോ, കാരണം സ്ട്രോബെറി ഓൾറെഡി വാങ്ങിച്ചുകൊണ്ട്. പിന്നെ നമ്മുടെ ഫിഷൊക്കെ കിട്ടും കേട്ടോ, അത് പക്ഷേ ബൾക്കായിരിക്കും, നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര ഞെട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് കോസ്കോയിൽ, ചില കോസ്കോയിലൊക്കെ ഉണ്ട്, പക്ഷേ ഇവിടുത്തെ കോസ്കോയിൽ ആദ്യമായിട്ടാണ് നമ്മുടെ കേരള പൊറോട്ട വന്നിട്ടുണ്ട് കേട്ടോ. അത് കണ്ടിട്ടാണ്. ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ എടുത്തില്ല കേട്ടോ. ഞാനിങ്ങനെ നോക്കി, എനിക്കൊന്നു ഡെയിലി ഡിലൈറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു, കോട്ടയത്തു നിന്ന് വരുന്നതാണ്. അതുപോലെ തന്നെ പനീറും ഉണ്ട്, പിന്നെ ടോഫു. ചിലർ പനീർ ഇഷ്ടമല്ലാത്തവർക്ക് ഇതുപോലെ ബൾക്കായിട്ട് ടോഫു ഒക്കെ വാങ്ങിക്കാനാണെങ്കിൽ ഇവിടെ കിട്ടുന്നുണ്ട്. നമ്മൾ എന്നിട്ട് കുറച്ച് ക്രീമും കാര്യങ്ങളും ഫേസ് വാഷും ഒക്കെ എടുത്തിട്ട് നമ്മൾ ഇറങ്ങി കേട്ടോ അവിടുന്ന്. ഇനി നമ്മൾ പോകുന്നത് ദേവുവിനൊരു ഇൻഡോർ പാർക്കുണ്ട്. പാർക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ഇൻഡോർ ഒരു പ്ലേ ഗ്രൗണ്ട് പോലെ ഒരു ഏരിയ, അവിടെ പോവാണ് കേട്ടോ. ഇന്നെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച കേട്ടോ. ശനിയാഴ്ച നല്ല മഴ ആയതുകൊണ്ട് നമ്മൾ എങ്ങും ഇറങ്ങിയില്ല, ദേവുവിനെ എങ്ങും കൊണ്ടുപോയില്ല. അപ്പം ശനിയാഴ്ച പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഈ ഞായറാഴ്ച അവളെ ഇൻഡോറിൽ കൊണ്ടുപോകാമെന്ന് വെച്ചു. കാരണം ഇവിടെ നല്ല മഴയാണ്, വീക്കെൻഡ് പ്രത്യേകിച്ച് നല്ല മഴയായിരിക്കും, അതുകൊണ്ട് ഇൻഡോർ ആകുമ്പോൾ പ്രശ്നമില്ല. അതുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത്. ഞങ്ങൾ ഇപ്പോൾ പോയത് മങ്കി ജോസ് എന്ന് പറഞ്ഞൊരു ഇൻഡോർ പ്ലേ ഏരിയയിലാണ് കേട്ടോ. അപ്പം അവിടെ നമ്മൾ ആദ്യം ചെല്ലുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ കാർഡ് എടുക്കണം, ഇല്ല അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്കതിൻ്റെ കാർഡ് ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് റീഫിൽ ചെയ്താലും മതി. എന്തായാലും അവിടെ ചെന്ന് നമ്മൾ കുറച്ച് ചെറിയ കുട്ടികൾക്ക് തൊട്ടുള്ള വലിയ കുട്ടികൾക്ക് വരെയുള്ള എല്ലാ ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വീക്കെൻഡൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത ദിവസം ഒരു വീക്ക് ഡേയിൽ നമ്മുടെ എയർ ഫ്രയർ ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോകാം കേട്ടോ. അപ്പോൾ അതാണ് കാണിക്കുന്നത്. നമ്മൾ വാങ്ങിച്ച ഈ ഒരു ബ്രാൻഡിൻ്റെ കേട്ടോ. ഇത് ഏകദേശം 8 ക്വാർട്സ്, അതായത് 7.6 ലിറ്ററിൻ്റെ എയർ ഫ്രയർ ആണ്. ഗൗർമിയ എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ കേട്ടോ. ഇത് മൊത്തത്തിൽ നമുക്ക് ആയേക്കുന്നത് $49 പക്ഷേങ്കിൽ ഞാൻ ആമസോണൊക്കെ നോക്കിയപ്പോൾ 76 എത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു ഓഫറിലാണ് ഇപ്പോൾ കോസ്കോയിൽ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ ഒരു ഗ്രില്ലൂടെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ സാധാരണ നമ്മൾ എല്ലാ എയർ ഫ്രയറിലും ഉള്ള പോലെ തന്നെ ഒരു പാട്ടുണ്ട്. നമുക്കിത് രണ്ടും നമുക്ക് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇത് വരുന്നത്. പിന്നെ ഇത് ഡിജിറ്റലാണ്. ഇതിനകത്ത് വരുന്ന ഓപ്ഷൻസ് എല്ലാം ഒട്ടുമിക്ക എല്ലാ ഓപ്ഷൻസും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എയർ ഫ്രൈ ആണെങ്കിൽ അങ്ങനെ, റോസ്റ്റ്, ബ്രോയിൽ, പിന്നെ ഡീഹൈഡ്രേറ്റ്, റീഹീറ്റ്, കീപ് വാം എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ഇപ്പം മൈക്രോവേവ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് വേണേൽ സ്കിപ്പ് ചെയ്ത് ഇതും വാങ്ങിക്കാം. കാരണം ഇത് വാമാക്കി വെക്കും, റീഹീറ്റ് ചെയ്യാനും എല്ലാം ഇതിന് തന്നെ ഓൾ ഇൻ വൺ യൂസ് ആണല്ലോ.
അപ്പോൾ അങ്ങനെ വേണേൽ യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഇന്ന് എയർ ഫ്രയറിൽ ഗ്രില്ല് ചെയ്യാൻ പോകുന്ന ചിക്കൻ ആട്ടോ. ഞാൻ ആദ്യമേ ചിക്കന് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നാരങ്ങാനീരും ചേർത്ത് ഒരു 10-15 മിനിറ്റ് വെച്ചേക്കും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് അതിനകത്ത് പിടിച്ചിട്ട് നല്ല സോഗി ആയിട്ട് വരും കേട്ടോ. അതുകൊണ്ടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ റെഗുലർ നമ്മുടെ മസാലയൊക്കെ ഞാൻ ഇടുവാണ് ചെയ്യുന്നത്. ഞാൻ ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ഗരം മസാലയും പിന്നെ കുറച്ച് ഒനിയൻ പൗഡറൂടെ ചേർക്കുന്നുണ്ട്. അതൊക്കെ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് തൈരൂടെ ചേർത്ത് എന്നിട്ട് പിന്നെ ഒരു 15-20 മിനിറ്റ് വെച്ചാൽ നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അടുത്ത ദിവസം എടുത്ത് ഗ്രില്ല് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. എനിക്ക് സമയം കുറവായിരുന്നുകൊണ്ട് ഞാനൊരു 30 മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എയർ ഫ്രൈൻ്റെ ചുറ്റും നമ്മൾ കുറച്ച് ഗ്യാപ്പ് വിടണം കേട്ടോ. ആദ്യം ഞാൻ കണ്ടില്ലേ അവിടെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചൂടാകാൻ തുടങ്ങിയപ്പോൾ ബാക്കിലൊക്കെ നല്ല ചൂട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം വെക്കാൻ കേട്ടോ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ഗ്രില്ല് മാത്രം വെച്ചിട്ട് ചിക്കൻ അങ്ങ് വെക്കാമെന്നായിരുന്നു. പക്ഷെ പിന്നെ വിചാരിച്ചു നമ്മൾ നല്ലതായിട്ട് ഈ ചിക്കനിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഊറി വരില്ലേ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ അടിയിൽ ഒരു അലുമിനിയം ഫോയിൽ പേപ്പറൂടെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടാണ് ചെയ്തത്. അത് നല്ല ഹെൽപ്ഫുള്ളായിരുന്നു. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എയർ വെൻറ്റ് കാണും, അത് ക്ലോസ് ആവാതെ സൈഡ് എപ്പോഴും കുറച്ച് മടക്കി എയർ ഫ്ലോ കിട്ടുന്ന പോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം അത് അഴുക്കാകാതെ നമുക്ക് പറ്റും കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ അടിയിൽ ഒരു അലൂമിനിയം ഫോയിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഡ്രിപ്പ് ചെയ്ത് ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങത്തില്ലേ, അതുകൊണ്ട്. പിന്നെ ഈ ഗ്രില്ല് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പം ഇതിനകത്ത് ചിക്കൻ വെക്കാമെന്നാണ് വിചാരിക്കും. ഇനി നമുക്ക് ചിക്കൻ അതിനകത്തോട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഞാനൊരു 4 പീസ് ചിക്കനുണ്ട്. ഞാൻ ഈ ഗ്രില്ലെല്ലാം കഴുകി നല്ല ക്ലീനാക്കിയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഉപയോഗിക്കുന്നതിന് മുന്നേ ഇതൊന്ന് നല്ലോണം കഴുകി വെക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ 4 പീസ് ഉണ്ടായിരുന്നു, അത് ഞാൻ അതിനകത്ത് ഇട്ടു. കേട്ടോ. എന്നിട്ട് ഞാനിത് അടയ്ക്കുവാണേ. ഇപ്പം നമുക്ക് കാണാൻ പറ്റും അടിയിൽ നിന്ന്. നമുക്ക് എന്തായാലും സെറ്റിങ്സ് കറക്റ്റ് ആക്കിയിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ സെറ്റിങ്സ് ഓണാക്കി ഞാനിപ്പോൾ ചിക്കൻ്റെ ഇതിനകത്ത് കാണുന്നുണ്ടോ റോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് 425 ഡിഗ്രി 25 മിനിറ്റ്സ് ആണ് കാണിക്കുന്നത്. അപ്പം ഞാനത് സ്റ്റാർട്ട് ചെയ്യുവാണേ. അപ്പോൾ ഇത് പ്രീ ഹീറ്റ് ആയിട്ടില്ലായിരുന്നു കേട്ടോ. എന്തായാലും ഞാൻ ഓൾറെഡി വെച്ചു പോയി, അതുകൊണ്ട് ഇനിയിപ്പോൾ പ്രീ ഹീറ്റ് ആയിട്ട് അത് സ്റ്റാർട്ട് ആവുള്ളൂ. എന്തായാലും അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ എയർ ഫ്രയർ സ്റ്റാർട്ട് ചെയ്ത് ഉണ്ടോ, 24-25 എയർ ഫ്രയർ സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മൾ ചിക്കൻ അകത്ത് വെച്ചു കേട്ടോ. എന്നിട്ട് അത് അടച്ചു. എയർ ഫ്രയർ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് ഈ ചിക്കൻ്റെ റോസ്റ്റിന് 25 മിനിറ്റാണ് പറയുന്നത്. എനിക്കൊന്ന് പകുതി സമയമാകുമ്പോൾ നമ്മളത് തിരിച്ചിടണം. അങ്ങനെ അത് തന്നെ പറയും കേട്ടോ. അത് പറയുന്നത് ഞാൻ കാണിച്ചു തരാവേ. അപ്പം എല്ലാം സെറ്റായി. നമുക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റും കേട്ടോ. മാറിക്കും ഞാൻ കണ്ടോ, ഇതിനകത്തൂടെ തന്നെ അതെ ഇതിനകത്തൂടെ തന്നെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ചിക്കൻ ഇത് പരുവമായിട്ടുണ്ട് നമുക്കുള്ളത്. ഞാനിപ്പം നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഒരു ബ്രൗൺ ഷെയ്ഡ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കത് തിരിച്ചിടാം. ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് തടവുന്നു കേട്ടോ, വേറെ കേട്ടോ. അപ്പം ഇത് നമുക്ക് തിരിച്ചിടാം കേട്ടോ. ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. എന്താന്ന് വെച്ചാൽ ചെറുതായിട്ട് കരിയുന്ന പോലെ തോന്നുന്നു. നമുക്ക് നോക്കാം, ജസ്റ്റ് നോക്കിയിട്ട് ഒരു കാര്യം ചെയ്യാം. ഇച്ചിരി ഓയിൽ തടവാവേ. കുറച്ച് ഓയില്
ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്തിട്ട് ബാക്കി ഇടാക്കാന്ന് വെച്ചു. ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കോണം കേട്ടോ, വെച്ചിട്ട് അങ്ങ് പോയില്ല. അല്ലെങ്കിൽ നമ്മൾ കുറേ നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് എത്ര ചൂട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അല്ലെങ്കിൽ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ കൂടെ ഒന്ന് നോക്കണം, എന്നിട്ട് നമുക്ക് മനസ്സിലാക്കി എടുത്താൽ മതി. നമ്മുടെ ചിക്കൻ കുറച്ച് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം ഞാൻ തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഞങ്ങൾ ഈ ഇതുണ്ടല്ലോ കുറച്ച് ഇങ്ങോട്ട് നീക്കി വെച്ചു കേട്ടോ. ഇവിടെ നല്ല ബാക്കിൽ നല്ല ചൂടാവുന്നുണ്ട്. അപ്പം ഈ ഒരു സൈഡിലോട്ട് വെച്ച് കുറച്ച് എന്താ പറയുക ഭിത്തിയിൽ നിന്ന് മാറ്റി ഇവിടോട്ട് വെച്ച് കേട്ടോ. അപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. ഞാൻ എന്തായാലും സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യുവാണേ. ഇതാണ്ടേ അടിപൊളിയായിട്ടായിട്ടുണ്ട്. നോക്കട്ടെ, കുത്തി നോക്കട്ടെ. ആയിട്ടുണ്ട് കേട്ടോ, നന്നായിട്ടായിട്ടുണ്ട്. ഇനിയും കുറേ നേരം കൂടെ വെച്ചാൽ ചിലപ്പോൾ ഇത് ഭയങ്കര മുരുമുരാന്നായി പോവും. അപ്പം നമുക്കത് മതി, ഇത് മതി. ഇതങ്ങ് എടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് പ്ലേറ്റിലോട്ട് മാറ്റി കാണിച്ചു തരാം കേട്ടോ. കാണുന്നുണ്ടോ? കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എനിക്കൊന്ന് അകം നല്ല ജ്യൂസിയാണ്, പുറം നല്ല ക്രിസ്പിയാണ്. കാണാമോ? ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാനൊന്ന് പൊളിച്ച് നോക്കാമേ. കണ്ടോ, പുറം നല്ല ക്രിസ്പിയാണ്, പക്ഷെ അകം നല്ല ജ്യൂസിയാണ്. കണ്ടോ? നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കൊള്ളാം. ഇതാട്ടോ നമ്മുടെ ചിക്കൻ ഞാനെടുത്ത് പിച്ചി തിന്നു കേട്ടോ. കണ്ടോ, ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, പിന്നെ പുറമേ നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് നമ്മൾ 425 ഡിഗ്രി ഫാരൻഹീറ്റിലല്ലേ ചെയ്തത്, കുറച്ചുകൂടെ കുറച്ച് ചെയ്താലും മതി കേട്ടോ. ഒരു 350യോ, ഞാനിതിൽ ഡീഫോൾട്ടായിട്ട് അങ്ങ് ഇട്ടതാണ്. അതിലും കുറച്ച് ചെയ്താലും മതി. അപ്പോൾ ഇതിലും ഇച്ചിരി സമയം എടുക്കുമെങ്കിലും കുറച്ചുകൂടെ ഇത്രയും ക്രിസ്പി ആവത്തില്ല, കുറച്ചുകൂടെ കുറവായിരിക്കും. ഇതും കുഴപ്പമില്ല കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു എയർ ഫ്രയറിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത്. നല്ലതായിരുന്നു കേട്ടോ. അപ്പം നിങ്ങൾ കോസ്കോയിൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഈ ഒരു എയർ ഫ്രയർ. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ എടുത്തു വെച്ചേക്കുന്നത്. ഇത്ര ഐറ്റംസ് ആണ് ഇതിന് വേണ്ടത് കേട്ടോ. ഇത്ര ഐറ്റംസ് മാത്രം മതി. പിന്നെ നമ്മുടെ ഞാൻ ജീര റൈസിലാണ് ഒരു തലശ്ശേരി കൈൻഡ് മട്ടൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കുക്കർ എടുത്തിട്ട് നമുക്ക് മട്ടൻ വേവിച്ചെടുക്കണമല്ലോ. അതിനൊരു കുക്കറിനകത്തോട്ട് ഞാനിപ്പോൾ ഒരു 1/2 കിലോയോളം മട്ടനാണ് എടുത്തേക്കുന്നത്. ഞങ്ങൾക്ക് 2 പേർക്ക് ഒരു നേരത്തിനുള്ള അതാണ്. 1/2 കിലോ എടുത്തിട്ട് അതിലോട്ട് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് നന്നായിട്ട് ഞെരിടണേ. നന്നായിട്ട് ഞെരടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട്, ഒരുപാട് വെള്ളം ഒഴിക്കില്ല കേട്ടോ, ഒരു 1/2 ഗ്ലാസ് അത്രയും വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. സാധാരണ ഒരു നല്ല വേവുള്ളതൊക്കെ ആണെങ്കിൽ ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിലടിച്ചിട്ട് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 4-5 വിസിൽ അടിച്ചാൽ മതി കേട്ടോ. ഇനി നല്ല വേവാണെങ്കിൽ ഒരു 6-7 അടിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു 5 വിസിൽ അടുപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ മാറ്റി അങ്ങ് വെക്കുക. ഇനി നമുക്ക് മസാല റെഡിയാക്കണം. അപ്പോൾ അതിനാദ്യം വേണ്ടത് 2 സവാളയാണ് കേട്ടോ. 2 സവാള, മീഡിയം ആണെങ്കിൽ 2 സവാള, വലിയ സവാള ആണെങ്കിൽ ഒരു 1.5 അത്. പിന്നെ ആണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തക്കാളി, അതുപോലെ പുതിനയില, മല്ലിയില, പിന്നെ ഒരു 4 ടേബിൾ സ്പൂണ് തൈര്,
പിന്നെ ഒരു അരമുറി നാരങ്ങ, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും പേസ്റ്റ് ആക്കിയത് കേട്ടോ. നിങ്ങൾക്ക് നല്ല എരിവാണെങ്കിൽ 3 പച്ചമുളക് എടുക്കുക. ഇനി നമുക്ക് അത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 2 പച്ചമുളക് എടുക്കുക. അങ്ങനെയാണ്. നിങ്ങൾക്കാണെങ്കിൽ അളവിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. തൈര് 4 ടേബിൾ സ്പൂണാണ് വേണ്ടത്. തൈര് 4 ടേബിൾ സ്പൂണ്. പിന്നെ പറഞ്ഞില്ലേ സവാള 2 പിന്നെ അരമുറി നാരങ്ങ, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ വീതം. പിന്നെ തക്കാളി ഒരു ചെറുതാണെങ്കിൽ ഒരെണ്ണം, വലിയതാണെങ്കിൽ ഒരു പകുതി, അങ്ങനെ മതി കേട്ടോ. ഇനി നല്ല അടി കട്ടിയുള്ളൊരു പാത്രം നന്നായിട്ട് ചൂടാക്കണേ. എന്നിട്ട് അതിലോട്ട് നമ്മൾ ഇനിയും ചേർക്കാൻ പോകുന്നത് നെയ്യാണ് ചേർക്കുന്ന മൊത്തത്തിൽ. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തേക്കുന്നത്. അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം, 2 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് നമ്മുടെ സവാള ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ 2 സവാളയാണ്, അത് ഫുള്ള് ഇടണം കേട്ടോ. ഞാൻ ഫുള്ള് 2 സവാള നന്നായിട്ട് ഇതിനകത്തിട്ട് ഒരിത്തിരി ഉപ്പ് കൂടി ഇട്ടിട്ട് ജസ്റ്റ് വഴറ്റി എടുക്കുക. ഇത് വഴലാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ, ഒരു 15 മിനിറ്റോളമൊക്കെ എടുക്കും. ചിലപ്പോൾ അതിൽ കൂടുതൽ എടുത്താലും മതി, കാരണം അതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് വഴലുന്ന സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ റൈസ് റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ജീര റൈസാണ് എടുത്തേക്കുന്നത്. ഞങ്ങൾക്ക് 2 പേർക്ക് ഒരു നേരത്തേക്കുള്ള 1 കപ്പ്. 1 കപ്പിന് 2 കപ്പ് വെള്ളമാണ് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ 2 കപ്പ് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു അടുപ്പിൽ. വേറൊരു അടുപ്പിലാണെങ്കിൽ നമുക്ക് റൈസ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിക്കണം അതിനകത്തോട്ട്. എന്നിട്ട് അതിലോട്ട് നമ്മുടെ സ്പൈസസ് ആഡ് ചെയ്യണേ. പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ നമ്മുടെ ഇലയുണ്ടല്ലോ ബേ ലീവ്സ്, അത് ഇത്രയാണ് ആഡ് ചെയ്യേണ്ടത്. അളവൊക്കെ ഞാൻ ഈ കാണിച്ചതിൻ്റെ അത്ര ആഡ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ, ജസ്റ്റ് ഒന്ന് വഴറ്റി റോസ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് ഇനി അരിയാണ് ഇടേണ്ടത്. അരി നമുക്ക് നേരത്തെ സോക്ക് ചെയ്യൊന്നും വേണ്ട കേട്ടോ. ജീര റൈസ് അപ്പം തന്നെ എടുത്ത്, ഇപ്പോൾ 1 കപ്പാണ് നമുക്ക് വേണ്ടത്. ആ 1 കപ്പ് നന്നായിട്ട് കഴുകിയിട്ട് അതിലോട്ട് അങ്ങ് ആഡ് ചെയ്യുക കേട്ടോ. നല്ല ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2 to 3 മിനിറ്റ് അത് നന്നായിട്ട് റോസ്റ്റ് ആവണം. ആ വെള്ളമൊക്കെ മാറി ഒന്ന് ഒരു മണമൊക്കെ വരും. അപ്പോഴത്തേക്ക് നമുക്കത് എന്താ പറയുക കുറച്ച് വെച്ചിട്ട് അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ടാവും, അത് ഇതിലോട്ട് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്നിട്ട് ഇതിനകത്തോട്ട് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് കൂടി ഇട്ട് കഴിഞ്ഞാൽ, എന്നിട്ട് നമുക്ക് അടച്ചു വെച്ച് കഴിഞ്ഞ് കുറച്ചൊരു 2-3 മിനിറ്റ് അല്ല, ഒരു 6-7 മിനിറ്റ് കൊണ്ട് നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. സ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഭയങ്കര ഫ്ലെയിമിൽ വെക്കണ്ട, ചിലപ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു 80% അരി വെന്താൽ മതി കേട്ടോ. ബാക്കി നമ്മൾ ദം ഇടുമ്പോൾ വെന്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സവാള നല്ലതായിട്ട് ഗോൾഡൻ കളറായിട്ട് എന്താ പറയുക ഫ്രൈ ആയിട്ടുണ്ട്. അതിൽ കുറച്ച് ഞാൻ എടുത്തങ്ങ് മാറ്റി വെക്കുക, നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എന്നിട്ട് ആ ബാക്കിയുള്ളതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും നമ്മൾ ചതച്ചതൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒരു 2-3 മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ ആ ഒരു പച്ചമണമൊക്കെ മാറും. അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി ആഡ് ചെയ്യുക കേട്ടോ. തക്കാളി ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചാൽ മതി. ഒരു 2 മിനിറ്റ് അടച്ചു വെക്കുമ്പോൾ തന്നെ ആ ഒരു തക്കാളി മാഷ് ആയിക്കോളും. അത് കഴിഞ്ഞിട്ട് നമുക്കിനി നമ്മുടെ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യണേ. നമ്മുടെ സ്പൈസസ് എന്ന് പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ മല്ലിപ്പൊടി, പിന്നെ അതുപോലെ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂണ്, പിന്നെ നമ്മുടെ കുരുമുളക് പൊടി കുറച്ച് ഒരു എന്താ പറയുക 1/4 ടീസ്പൂൺ കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ പൊടികൾ. അല്ലാതെ നമ്മൾ മുളക് പൊടി ഒന്നും ചേർക്കത്തില്ല കേട്ടോ. അതിന് പകരമാണ് പച്ചമുളക് ചേർക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഇനി നമ്മൾ 4 ടേബിൾ സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കണേ. ഇളക്കിയിട്ട് ഒരു കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നല്ലതായിട്ട് അതിൻ്റെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന മട്ടൺ നമുക്ക് ഇതിലോട്ട് ചേർക്കാം കേട്ടോ. അതിൻ്റെ വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചേർക്കണേ, എന്നാലേ ആ ഒരു എന്താ പറയുക ആ ഫ്ലേവറൊക്കെ വരത്തുള്ളൂ. എന്നിട്ട് അതിലോട്ട് തന്നെ അതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞ് അതൊന്ന് കുറുകി വരണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, എല്ലാം ഒന്ന് പേസ്റ്റും എല്ലാം റെഡി പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിലോട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ മല്ലിയിലയും പുതിനയിലയും അതുപോലെ നമ്മുടെ നാരങ്ങാ നീരൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓഫ് ആക്കാം കേട്ടോ.
ഇനി നമ്മൾ ദം ഇടുന്ന പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് നല്ല അടികട്ടിയുള്ള പാത്രം. ഈ ഒരു കറി ഞാൻ എന്ത് ചെയ്യുന്നത്, കറി മാറ്റി അങ്ങോട്ട് വെച്ചിട്ട് അതേ പാത്രത്തിൽ തന്നാണ് ദം ഇടുന്നത്. അപ്പം നിങ്ങൾ ഗ്യാസിലാണെങ്കിൽ നല്ല കട്ടിയുള്ള ഇരുമ്പിൻ്റെ ദോശച്ചട്ടി, ദോശക്കല്ലുണ്ടല്ലോ, ആ ദോശക്കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ പാത്രം വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പോൾ എന്നിട്ട് അതിലോട്ട് ആദ്യം ഞാൻ റൈസായിട്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കറി ഇടാം എന്നിട്ട് റൈസ് ഇടാം, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച്. വേണമെങ്കിൽ അടിയിൽ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ കറി ആഡ് ചെയ്തിട്ട്, ഇപ്പോൾ കറി ഒത്തിരി ചാറാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചാറ് മാറ്റിയിട്ട് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് അത്രയും ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ആ ഗ്രേവി ആഡ് ചെയ്യുക ഒരു ലെയർ, പിന്നെ അടുത്ത വീണ്ടും എന്താ പറയുന്നത്, റൈസ് ആഡ് ചെയ്യുക. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാം. നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന സവാള ഉണ്ടല്ലോ അത്, പിന്നെ അതുപോലെ കുറച്ച് നട്ട്സ്, പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ ഞാൻ എൻ്റെ കൂടെ കുറച്ച് നെയ്യൂടെ തൂവുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾ കലക്കിയ വെള്ളം ഒഴിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ കുങ്കുമം സോക്ക് ചെയ്ത വെള്ളം ഒഴിക്കുക, അങ്ങനെ എന്ത് വേണേലും ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് അടച്ച് ആവിയൊന്നും പോവാത്ത രീതിയിൽ എല്ലാം മൂടിയിട്ടിട്ട് ഒരു 10 മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുക, മട്ടൻ ബിരിയാണി നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ മട്ടൻ ബിരിയാണി ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുത്ത് വെച്ച് എന്തിനാന്ന് വെച്ചാൽ, നന്നായിട്ട് വരുവാണെങ്കിൽ നമുക്ക് കാണിക്കാമെന്ന് വിചാരിച്ച, ഇല്ല മോശമായിട്ടാണെങ്കിൽ വേണ്ടാന്ന് വെച്ചിട്ട്. അപ്പം ഇത് നന്നായിട്ട് വന്നോണ്ടാണ് ഞാൻ ഈ റെസിപ്പി ഞാൻ കാണിക്കുന്നത് തന്നെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.